ഒരു റിലേഷനിലുള്ള രണ്ടുപേര് അവർ തമ്മിൽ എന്തോ കാര്യത്തിന് തെറ്റി പിണങ്ങി. ഇത് കഴിയുമ്പോഴത്തേക്കും ഈ റിലേഷനിൽ ഉണ്ടായിരുന്ന ആൾ ഓടിപ്പോയി ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്ത്, ഒരു കൂട്ടുകാരീൻ്റെ അടുത്ത് പോയി ഇതിങ്ങനെ പറയും. ഭയങ്കര വിഷമായിരിക്കും, മാനസികമായിട്ട് ഭയങ്കര വിഷമായിരിക്കും, ഭയങ്കര സങ്കടമായിരിക്കും. അപ്പോൾ ഈ സങ്കടമൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ പോയിരുന്ന് പറയും. ഈ സങ്കടങ്ങൾ പറയും. ഈ സങ്കടങ്ങൾ അപ്പുറത്തിരിക്കുന്ന ആൾ കേൾക്കും. അപ്പുറത്തിരിക്കുന്ന ആൾ ഫുള്ള് കേട്ട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇവർ തമ്മിൽ തെറ്റിക്കഴിയുമ്പോഴത്തേക്ക് ഇവർ ഭയങ്കര ശത്രുതയിലൊക്കെ. അപ്പോൾ എന്തായാലും ഇങ്ങനെ പറഞ്ഞ് ഇതൊക്കെ കേട്ട് ഇങ്ങനെ ഇരുന്ന് ആശ്വസിപ്പിക്കും. ഇപ്പുറത്തെ ഒരാൾ ഇരുന്ന് ആശ്വസിപ്പിക്കും. അങ്ങനെ എനിക്കിപ്പം മരിക്കണം, എനിക്കിപ്പോൾ അവനില്ലാതെ അവളില്ലാതെ പറ്റുന്നില്ല, ആനയാണ് ചേനയാണ് കുതിരയാണ്, ഞാൻ അങ്ങനെ വിശ്വസിച്ചതാണ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് ഇപ്പം ചാവണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളെ എന്താക്കും, ഒരു തരത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച് കയറ്റിക്കൊണ്ടുവന്ന് ഒരു നോർമൽ ലൈഫിലേക്ക് വിടും. നോർമൽ ലൈഫിലേക്ക് പോകുന്നു. നോർമൽ ലൈഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവർ വീണ്ടും പഴയതുപോലെ മെസ്സേജ് അയക്കാൻ തുടങ്ങും, ചാറ്റിങ് തുടങ്ങും, കോളുകൾ തുടങ്ങും, സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഒരു ടോക്സിക് റിലേഷൻ എന്നിവർ പറഞ്ഞിരുന്ന സാധനത്തിൽ നിന്ന് വന്നതാണല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി അതിലേക്ക് പോകണ്ട എന്നൊരു പക്ഷേ ഈ വ്യക്തി പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അത് അങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരുന്ന് പിന്നെ ഫോണെടുത്ത് വിളിക്കും, പറയും, സംസാരിക്കും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്ന സമയത്ത് ഇവർക്ക് ഞാൻ നിന്നോട് തെറ്റാൻ കാരണം മറ്റൊരാളാണ് എന്ന് വ്യക്തമായിട്ട് വരുത്തി തീർക്കേണ്ട ഒരു സാഹചര്യം. അതായത് ഞാൻ നിന്നോട് തെറ്റാൻ കാരണം അവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ നിന്നോട് തെറ്റാൻ കാരണം അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. ഈ പറഞ്ഞ സാഹചര്യം എന്ന് പറയുന്നത് കരഞ്ഞ് നിലവിളിച്ച് ഭയങ്കര ടോക്സിക് ആണെന്നൊക്കെ പറഞ്ഞ സമയത്തായിരിക്കും. അപ്പം ഇവർക്ക് പിന്നീട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റൊരാളെ ബലി കൊടുക്കേണ്ടതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾ ആണ് കാരണം എന്ന് ചൂണ്ടിക്കാണിച്ച് അയാളുടെ പേര് പറഞ്ഞിട്ട് അയാളാണ് കാരണം എന്ന് വരുത്തി തീർത്തിട്ട് വേണം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ. അങ്ങനെ അയാളാണ് കാരണം എന്നിവർ വരുത്തി തീർക്കുന്നു. ആ കാരണമാവുന്ന ആളുകളോട് സങ്കടം പറയാൻ ചെന്ന ആളും മിണ്ടത്തില്ല, അപ്പുറത്ത് നിൽക്കുന്ന ആളും മിണ്ടത്തില്ല. അവസാനം ഇവർക്ക് വലിയ ശത്രുവായിട്ട് തീരും. എന്നിട്ട് പിന്നെ ഇതിന് ബലം കൊടുക്കുന്ന രീതിയിൽ നാട്ടിലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സും കോമഡി താരങ്ങളും ഒക്കെ അങ്ങ് ഇറങ്ങും. എന്നിട്ട് ഇവർ ബെസ്റ്റിക്ക് ഒരു ഡെഫിനിഷൻ ഇവരങ്ങുണ്ടാക്കി കൊടുക്കും. വാട്ട് ഈസ് ബെസ്റ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രണ്ടിന് മുകളിലും ലവറിന് കീഴേ നിൽക്കുന്ന എന്തോ ഒരു തേങ്ങയാണ് എന്നങ്ങോട്ട് ഉണ്ടാക്കും. പക്ഷേ സത്യത്തിൽ ഇതൊന്നും അല്ല സംഭവിച്ചിട്ടുണ്ടാവുക. ഈ ഇരുന്ന് കേട്ടിട്ടുള്ള ആളുണ്ടല്ലോ, അയാൾ ഒരു കാലത്ത് അയാളുടെ പ്രണയം തകർന്നപ്പോൾ, അല്ലെങ്കിൽ അയാളുടെ ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങൾ തകർന്നപ്പോൾ, ഏതെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ നിന്ന് പുറത്തിറങ്ങേണ്ടി വന്നപ്പോൾ ആ സങ്കടം പറയാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ, കേൾക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചിരുന്ന ഒരാളായിരിക്കും. അപ്പം അന്ന് അങ്ങനെ ഒരാളെ കിട്ടാത്തത് കൊണ്ട് ഇന്ന് ഇങ്ങനെ ഈ ഒരു സാഹചര്യവുമായി സങ്കടം പറയാൻ വരുന്ന ഏതൊരാളുടെയും സങ്കടം, ഫ്രണ്ട്സിൻ്റെ സങ്കടം, സുഹൃത്തുക്കളുടെ സങ്കടം ഇരുന്ന് കേൾക്കാൻ അവർ തയ്യാറാവുന്നുണ്ട്. അതാണ് കാര്യം.